ഹലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ചോറില്ല, ഉച്ചയ്ക്ക് പഴങ്കഞ്ഞിയാണ് കേട്ടോ. പഴങ്കഞ്ഞിയും നല്ല ഇന്നലെ വാങ്ങിച്ച കൊഴിയാള മീനിൻ്റെ തലയാണ് കേട്ടോ ഗൈസ്. തലയും പുഴുങ്ങി, ചക്ക, പിന്നെ ചോറ് എല്ലാം കൂടെ ആയിട്ട് ഒരു പഴങ്കഞ്ഞി തൈരൊക്കെ ഇട്ട് കണ്ടോ. ഇങ്ങനത്തെ ഉടങ്കല്ല് മുളക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അടിപൊളി മുളകാണ് കേട്ടോ. നല്ല ഇവിടെ ഒരെണ്ണം പൊട്ടിച്ചാൽ നമ്മളെ ഏരിയ മൊത്തം മണക്കും. പിന്നെ വേറൊരു സ്പെഷ്യൽ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, അടിപൊളി കൂന്തൽ. അപ്പോൾ 2 കണവയും കൂടെ പുഴുങ്ങി നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു തലയുടെ വലുപ്പം കണ്ടോ, അടിപൊളി. 2 എടുത്തുള്ളൂ കേട്ടോ. ബാക്കി വൈകിട്ട് നമുക്ക് അടുത്ത തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ നോക്കൂ. ഇനി നമുക്ക് ഒരു മുളകും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ. ആദ്യം നമുക്ക് ഈ കണവ ഇതിനകത്തോട്ടിട്ട് വേവിക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇതും വേവിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ നല്ല ഉപ്പിലിട്ട മാങ്ങ, പിന്നെ അടുത്തിട്ട് ഇതാണ് ടെസ്റ്റ് സാധനം കേട്ടോ. അതുകൊണ്ടോ നല്ല ചക്കയാണ് കേട്ടോ. ചക്ക നല്ല വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചക്ക. പിന്നെ ഇനിയാണ് മാസ്റ്റർ പീസ്, നമ്മുടെ അടിപൊളി തൈര്, നാടൻ തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ് ഗൈസ് കേട്ടോ. ഇനി നമുക്ക് പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ കാണാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വയ്ക്കും കേട്ടോ. ഈ കട്ട തൈരൊക്കെ അങ്ങനെ കിടക്കട്ടെ, കുടിക്കാൻ നേരത്ത് കാണാം. നല്ല സെറ്റായിട്ട് വെന്ത് വരുന്നുണ്ട് നമ്മുടെ കൂന്തൽ. ഓക്കെ. ഇന്ന് പഴങ്കഞ്ഞി ഇതും കൂട്ടി ഒരു പിടിയുണ്ട് ഗൈസ്. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്ത സാധനം കൂടെ കണ്ടോ, എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പൊളിക്കാം. ഓക്കെ.